ഹലോ ഓൾ, നമ്മൾ ഇന്ന് ഫൈലം മൊളസ്കേന്റെ ക്ലാസ്സസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫൈലം മൊളസ്കേന്റെ ജനറൽ ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ സിലബസിൽ ഫൈലം മൊളസ്കേന്റെ കീഴിൽ 5 ക്ലാസ്സസ് ആണ് കൊടുത്തിട്ടുള്ളത്. ക്ലാസ് ആംഫിന്യൂറ, ബൈവാൽവിയ, സ്കാഫോപോഡ, ഗാസ്ട്രോപോഡ ആൻഡ് സെഫാലോപോഡ. ഇതിൽ അതിന്റെ തന്നെ എക്സാമ്പിൾസും നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആംഫിന്യൂറന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് കൈറ്റൻ ആണ്, ബൈവാൽവിയ പെർന, സ്കാഫോപോഡ ഡെന്റേലിയം, ഗാസ്ട്രോപോഡ പൈല, സെഫാലോപോഡ സെപ്പിയ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ ക്ലാസ്സസുകളുടെ പേരും അതിന്റെ എക്സാമ്പിൾസും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അതായത് എക്സാമ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. കറക്റ്റ് ആയിട്ട് ഈ ക്ലാസ്സിൽ വരുന്ന എക്സാമ്പിൾ ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. ഇനി നമുക്ക് ഓരോ ക്ലാസ്സിനെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് ആംഫിന്യൂറയാണ് കേട്ടോ. ക്ലാസ് ആംഫിന്യൂറ ഇസ് കോമൺലി കോൾഡ് കൈറ്റൻ. അപ്പം കൈറ്റൻ എന്നറിയപ്പെടുന്ന ക്ലാസ് ഏതാണ്, മൊളസ്കൻ ക്ലാസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയും? ആംഫിന്യൂറ ഇസ് എ ഗ്രൂപ്പ് ഓഫ് പ്രിമിറ്റീവ് മറൈൻ മൊളസ്ക്. ഓക്കെ, അപ്പം പ്രിമിറ്റീവ് മറൈൻ മൊളസ്കിന്റെ ഗ്രൂപ്പ് ഏതാണ് എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് പറയും? ആംഫിന്യൂറ. ക്ലാസ് ആംഫിന്യൂറയാണ് പ്രിമിറ്റീവ് മറൈൻ മൊളസ്കിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ബൈലാറ്ററലി സിമെട്രിക്കൽ ആൻഡ് ഡോർസോവെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി കവേർഡ് ബൈ തിക്ക് ആൻഡ് ലെതറി മാന്റിൽ. ഇവരുടെ ബോഡി എന്ന് പറയുന്നത് ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ് ആൻഡ് ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ബോഡിയാണ് ഇവർക്കുള്ളത്. ആൻഡ് ദ ബോഡി ഇസ് കവേർഡ് ബൈ തിക്ക് ആൻഡ് ലെതറി മാന്റിൽ. മാന്റിൽ വെച്ച് കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആർട്ടിക്കുലേറ്റഡ് ഷെൽ ഫോംഡ് ഓഫ് 8 hinged ആൻഡ് ഓവർലാപ്പിംഗ് ട്രാൻസ്വേഴ്സ് പ്ലേറ്റ്സ് ഓർ വാൾവ്സ്. അത് നമുക്കിതാ ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ 8 hinged ആൻഡ് ഓവർലാപ്പിംഗ് ട്രാൻസ്വേഴ്സ് പ്ലേറ്റ്സ് അല്ലെങ്കിൽ വാൽവുകൾ ഉണ്ട്. ഓക്കെ, ഇതവിടെ നോക്കിക്കേ, 8 പ്ലേറ്റ്സ്, ഷെൽ പ്ലേറ്റ്സ് അല്ലെങ്കിൽ വാൽവുകൾ കൊണ്ടാണ് ഈ ക്ലാസ് ആംഫിന്യൂറയുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇൻഡിസ്റ്റിങ്ക്ട് ഹെഡ് വിത്തൌട്ട് ഐസ് ആൻഡ് ടെന്റക്കിൾസ്. അപ്പോൾ ഇവരുടെ ഹെഡ് എന്ന് പറയുന്നത് ഒരു ഇൻഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഹെഡ് ഒന്നും ഇവർക്കില്ല. അതുപോലെ തന്നെ ഐസും ഇല്ല, ടെന്റക്കിൾസും ഇവരിൽ കാണാൻ പറ്റില്ല. ദെൻ ഫുഡ് ഈസ് എ ബ്രോഡ്, ഫ്ലാറ്റ്, മസ്കുലാർ ആൻഡ് ഗ്ലാൻഡുലാർ ക്രീപ്പിംഗ് സോൾ. ഓക്കെ, സോ ഇവരുടെ ഫൂട്ട് എന്ന് പറയുന്നത് വളരെ ബ്രോഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്, മസ്കുലാർ ആണ്, അതുപോലെ തന്നെ ഗ്ലാൻഡുലാർ ക്രീപ്പിംഗ് സോളുമാണ്. അടുത്ത പോയിന്റ് ആണ് റാഡുല മൗണ്ടഡ് ഓൺ ഒഡന്റോഫോർ. എന്താണ് റാഡുല എന്നുള്ളത് നമ്മൾ ഇൻട്രോഡക്ടറി ക്ലാസ്സിൽ പറഞ്ഞതാണ്. റാഡുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊളസ്ക വിഭാഗത്തിൽ പെടുന്ന ജീവികൾക്ക് ഭക്ഷണം കരണ്ട് തിന്നുന്നതിന്, അതുപോലെ തന്നെ ഈ പ്ലാന്റ്സിന്റെ പാർട്സ് ഒക്കെ ഇങ്ങനെ പീസ് ആക്കുന്നതിന് ഒക്കെ വേണ്ടി സഹായിക്കുന്ന സ്ട്രക്ചർ ആണ് ഈ റാഡുല എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞത്? റാഡുല ഇസ് മൗണ്ടഡ് ഓൺ ഒഡന്റോഫോർ. അതായത് ഇപ്പം ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇത് ഇപ്പൊ നമ്മൾ കൈറ്റിന്റെ ഡയഗ്രാം ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം കൈറ്റിന്റെ മൗത്ത് ആണ് ഈ ഭാഗത്തുള്ളത്. ഈ മൗത്തിന്റെ ഉള്ളില് ഉള്ള ഒരു സ്ട്രക്ചർ ആണ് ഒഡന്റോഫോർ. ഓക്കെ, അതായത് ഈ റാഡുലേനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൗത്തിന്റെ ഉള്ളിൽ കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് ഈ ഒഡന്റോഫോർ എന്നുള്ളത്. ഈസ് എ സ്ട്രക്ചർ ഇൻ മൗത്ത് ദാറ്റ് സപ്പോർട്ട് റാഡുല. അപ്പൊ ഏകദേശം ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക മൗത്തിന്റെ ഉള്ളിൽ ഇതുപോലൊരു സ്ട്രക്ചർ. ഇതാണ് ഒഡന്റോഫോർ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒഡന്റോഫോറിന് ചുറ്റുമായിട്ടാണ് ഇത്തരത്തില് ഈ റാഡുല കാണാനായിട്ട് സാധിക്കാം. ഓക്കെ, ഇത് നമ്മൾ റാഡുലാർ ടീത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റാഡുല മൗണ്ടഡ് ഓൺ ഒഡന്റോഫോർ. നെക്സ്റ്റ്, പെയർഡ് എക്സ്റ്റേണൽ ഗിൽസ് ലോക്ഡ് ഇൻ മാന്റിൽ ഗ്രൂവ്സ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണൽ ഗിൽസ് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് അവരുടെ ഗിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഗിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ പെയർഡ് ആയിട്ടുള്ള ഗിൽസ് ആണ് ഇവർക്ക് കാണാൻ പറ്റുന്നത്. അത് മാത്രമല്ല, ഗിൽസ് കാണപ്പെടുന്നത് മാന്റിൽ ഗ്രൂവിന്റെ ഉള്ളിലാണ്. ഈ ഒരു ഏരിയയാണ് നമ്മൾ മാന്റിൽ ഗ്രൂവ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രൂവിലാണ് നമ്മുടെ ഗിൽസ് കാണുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, പ്രിമിറ്റീവ് ലാഡർ ലൈക്ക് നെർവ് സിസ്റ്റം. ഈ ലാഡർ ലൈക്ക് നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫീച്ചർ ആണ്. ആൻഡ് ഈ ഒരു ഗ്രൂപ്പില്, ഈ ഒരു ക്ലാസ്സിൽ, ആംഫിന്യൂറ എന്ന് പറയുന്ന ക്ലാസ്സിൽ
അവരുടെ ഒരു പ്രത്യേകതയാണ് പ്രിമിറ്റീവ് ആയിട്ടുള്ള ലാഡർ ലൈക്ക് നെർവ് സിസ്റ്റം. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ലാഡർ പോലെയാണ് ഇവരുടെ നെർവ് സിസ്റ്റം കാണപ്പെടുന്നത്. ഇനി അൺപെയർഡ് ഗൊണാഡ് ആൻഡ് പെയർഡ് ഗൊണോഡക്റ്റ്. അൺപെയർഡ് ആയിട്ടുള്ള ഗൊണാഡും പെയർഡ് ഗൊണോഡക്റ്റും ഇവരുടെ ഒരു ഫീച്ചറാണ്. ഇനി എക്സാമ്പിൾസ് കൊടുത്തിട്ടുള്ളത് കൈറ്റിൻ ആണ്, ദെൻ ലെപ്റ്റോകൈറ്റിൻ, കീറ്റോപ്ലൂറ. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് കൈറ്റിൻ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ക്ലാസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇതിൽ നമ്മൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത് റാഡുലയും ഒഡന്റോഫോർ എന്താണ്, റാഡുല എന്താണ്, ഇത്രയും കാര്യങ്ങൾ. പിന്നെ പ്രിമിറ്റീവ് ലാഡർ ലൈക്ക് നെർവ് സിസ്റ്റം ആണ് ഇവർക്കുള്ളത്. പിന്നെ പ്ലേറ്റ്സ് 8 ഹിഞ്ച്ഡ് ആൻഡ് ഓവർലാപ്പിംഗ് ട്രാൻസ്വേഴ്സ് പ്ലേറ്റ്സ് അല്ലെങ്കിൽ വാൾസ് കൊണ്ടാണ് അവരുടെ ഷെല്ല് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുക, എക്സാമ്പിളും ഓർത്തിരിക്കുക. ഇതാണ് ആംഫിന്യൂറയിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ് നമുക്ക് നോക്കാം. അടുത്ത ക്ലാസ് ആണ് ക്ലാസ് ബൈവാൽവിയ എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ക്ലാസ് ഓഫ് മൊളസ്ക്. അപ്പൊ മൊളസ്ക വിഭാഗത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഫൈലം ഏതാ, രണ്ടാമത്തെ ഏറ്റവും വലിയ ക്ലാസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആണ് ക്ലാസ് ബൈവാൽവിയ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഇനി ദി മെമ്പേഴ്സ് ആർ ലാറ്ററലി കംപ്രസ്ഡ് ആൻഡ് ബൈലാറ്ററലി സിമെട്രിക്കൽ. ഓക്കെ, ബൈലാറ്ററലി സിമെട്രിക്കൽ ആയിട്ടുള്ള മെമ്പേഴ്സ് ആണുള്ളത്. പോയിന്റ്സ് നോക്കാം. ബൈലാറ്ററലി സിമെട്രിക്കൽ ആൻഡ് ലാറ്ററലി കംപ്രസ്ഡ് ബോഡി എൻക്ലോസ്ഡ് വിത്തിൻ a two-walled shell. സോ ഇവരുടെ ബോഡി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള, ഇവിടെ അതിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്, ഹാബിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള 2 വാൽവുകൾക്ക് ഇടയിലാണ് ഇവരുടെ ശരീരം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇവരെ ബൈവാൽവിയ എന്ന് വിളിക്കുന്നതിനുള്ള കാരണം. അപ്പൊ ഇത്തരത്തിൽ 2 ഷെല്ലുകൾക്കുള്ളിലായിട്ട് ആണ് ഇവരുടെ ബോഡി ഉള്ളത്. ആൻഡ് വിച്ച് ഈസ് ബൈലാറ്ററലി സിമെട്രിക്കൽ ആൻഡ് ലാറ്ററലി കംപ്രസ്ഡ്. ക്ലിയർ ആയല്ലോ. അടുത്തത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മാന്റിൽ ലോബ്സ് ആർ സിമെട്രിക്കൽ ആൻഡ് പെയർഡ്. അപ്പം മാന്റിൽ ലോബ്സ് ഇവർക്ക് റൈറ്റ് മാന്റിൽ ലോബും ഉണ്ട്, ലെഫ്റ്റും ഉണ്ട്. ആൻഡ് ദീസ് ലോബ്സ് ആർ സിമെട്രിക്കൽ ആൻഡ് പെയർഡ്. ഓക്കെ, ഈ ലോബുകൾ സിമെട്രിക്കൽ ആണ്, പെയർഡ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, ഹെഡ് ഈസ് റൂഡിമെന്ററി വിതൗട്ട് ഐസ് ആൻഡ് ടെന്റക്കിൾസ് ബട്ട് വിത്ത് എ പെയർ ഓഫ് ലാബിയൽ പാൽപ്പ്. സോ ഹെഡ് എന്ന് പറയുന്നത് റൂഡിമെന്ററി ആണ്, അതായത് ഭയങ്കര ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഹെഡാണ്, അല്ലെങ്കിൽ വികസിക്കാത്ത തരത്തിലുള്ള ഹെഡാണ് ഇവർക്കുള്ളത്. ഐസ്, ടെന്റക്കിൾസ് ഒന്നും പ്രസന്റ് അല്ല, അതൊക്കെ ആബ്സെന്റ് ആണ്. പക്ഷെ അവരിൽ ഒരു ലാബിയൽ പാൽപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ലാബിയൽ പാൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഫീഡിങ്ങിനും അതുപോലെ സെൻസ് ചെയ്യാനും ഫുഡിനെ ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന സ്ട്രക്ചറാണ് ഈ ലാബിയൽ പാൽപ്പ് എന്ന് പറയുന്നത്. സോ ഹെഡ് എന്ന് പറയുന്നത് അധികം വികസിക്കാത്ത തരത്തിലുള്ള ഹെഡാണ്. അവർക്ക് ഐസ് ഒന്നും കാണാൻ പറ്റില്ല, അതുപോലെ തന്നെ ടെന്റക്കിൾസും പ്രസന്റ് അല്ല, പക്ഷെ അവർക്ക് ഒരു ലാബിയൽ പാൽപ്പ് ഉണ്ട്. ഓക്കെ, ദെൻ ഫൂട്ട് ഈസ് ലാർജ് ആൻഡ് ഫ്ലഫ് ഷേപ്ഡ് അഡാപ്റ്റഡ് ഫോർ ബൊറോയിങ്. ഓക്കെ, അപ്പൊ ഫൂട്ട് ഉണ്ട്. ഫൂട്ട് എന്ന് പറയുന്നത് ലാർജ് ആൻഡ് ഫ്ലഫ് ഷേപ്ഡ് ആണ് ആൻഡ് വിച്ച് ഈസ് അഡാപ്റ്റഡ് ഫോർ ബൊറോയിങ്. നെക്സ്റ്റ്, ഹൈലി കോയിൽഡ് ഇന്റസ്റ്റൈൻ ആൻഡ് ആബ്സെൻസ് ഓഫ് റാഡുല. അപ്പം ഇവരുടെ ഇന്റസ്റ്റൈൻ എന്ന് പറയുന്നത് ഹൈലി കോയിൽഡ് ആയിട്ടുള്ളതാണ്. ആൻഡ് ഇവരിൽ റാഡുല കാണാനായിട്ട് പറ്റില്ല. നമ്മൾ ആദ്യത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, ആദ്യത്തെ ക്ലാസ് ഏതായിരുന്നു? ക്ലാസ് ആംഫിന്യൂറ ആയിരുന്നു. ക്ലാസ് ആംഫിന്യൂറയിൽ റാഡുല പ്രസന്റ് ആയിരുന്നു അല്ലെ? റാഡുല എവിടെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്? റാഡുല മൗത്തിലെ ഒഡന്റോഫോറിൽ ആയിരുന്നു പ്രസന്റ് ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു കേസിൽ, അതായത് ബൈവാൽവിയയിൽ റാഡുല നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല, റാഡുല ആബ്സെന്റ് ആണ്. അടുത്തത്, റെസ്പിറേറ്ററി ഓർഗൻസ് ആർ പ്ലേറ്റ് ലൈക്ക് ഗിൽസ്. റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റ് ലൈക്ക് ഗിൽസ് ആണ്. ഓക്കെ, ആൻഡ് ദേ ആർ കോൾഡ് എസ് ടിനീഡിയ. അതിനെയാണ് നമ്മൾ ടിനീഡിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എക്സ്ക്രീറ്ററി ഓർഗൻസ് ആർ സീലോമിക് കിഡ്നീസ്. എക്സ്ക്രീറ്ററി ഓർഗൻസ് സീലോമിക് കിഡ്നീസ് ആണ്. ദെൻ sexes are separate in most forms. Fertilization is external and development is indirect with Glochidium larvae. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇവരിൽ സെക്സസ് സെപ്പറേറ്റ് ആണ്, ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്, അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്. ആൻഡ് ആ ലാർവയെ പറയുന്ന പേരാണ് ഗ്ലോച്ചിഡിയം ലാർവെ. സോ ക്ലാസ് ബൈവാൽവയിലുള്ള ലാർവ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് പറയും? ലാർവ ഏതാണ്? ഗ്ലോച്ചിഡിയം ലാർവയാണ്. നോട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ക്ലാസ് ബൈവാൽവയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബൈവാൽവയുടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് പെർണയാണ്. ഓക്കെ, പെർണ. അപ്പം അതും കൂടി ഓർത്തിരിക്കാം. അടുത്ത ക്ലാസ് ആണ് ക്ലാസ് സ്കാഫോപോഡ. ഇതിനെ നമ്മൾ കോമൺലി എലഫന്റ് ടസ്ക് ഷെൽ എന്നാണ് പറയുന്നത്. അതായത് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ആനയുടെ
കൊമ്പുണ്ടല്ലോ, ആനയുടെ കൊമ്പ് പോലെ നമുക്ക് തോന്നും. ഇതാണ് അതിന്റെ ഡയഗ്രാം. ഇത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ആനയുടെ കൊമ്പുമായിട്ടുള്ള ഒരു സിമിലാരിറ്റി നമുക്ക് തോന്നുന്നുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവരെ എന്ത് വിളിക്കുന്നത്, എലഫന്റ് ടസ്ക് ഷെൽ എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് അബ്രന്റ് മറൈൻ മൊളസ്ക് ഓഫ് വെരി ലോ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ. വെരി ലോ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ ആണ് കാണിക്കുന്നത്. ഫീച്ചേഴ്സ് നോക്കാം. ലോങ്, സിലിണ്ട്രിക്കൽ, അൺടോട്ടഡ് ആൻഡ് ബൈലാറ്ററലി സിമെട്രിക്കൽ ബോഡി വിത്തൗട്ട് ഐസ്, സെൻസറി ടെന്റക്കിൾസ് ആൻഡ് ഗിൽസ്. സോ അവരുടെ ബോഡി എന്ന് പറയുന്നത് ലോങ് ആണ്, സിലിണ്ട്രിക്കൽ ആണ്. ഒക്കെ നമുക്ക് ഡയഗ്രാം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അവരുടെ ബോഡി എന്താണ്, ലോങ് ആണ്, സിലിണ്ട്രിക്കൽ ആണ്, അതുപോലെ തന്നെ അൺടോട്ടഡ് ആൻഡ് ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്, വിത്തൗട്ട് ഐസ്, സെൻസറി ടെന്റക്കിൾസ് ആൻഡ് ഗിൽസ്. ഐസ് ഇല്ല, സെൻസറി ടെന്റക്കിൾസ് ഇല്ല, ഗിൽസും ആബ്സെന്റ് ആണ്. നെക്സ്റ്റ്, ട്യൂബുലാർ ആൻഡ് ടസ്ക് ലൈക്ക് ഷെൽ ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്സ്. അഗെയിൻ നമുക്ക് ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവരുടെ ബോഡി എങ്ങനെയാണ്, ട്യൂബുലാർ ആണ്. പിന്നെ എന്താണ്, ടസ്ക് ലൈക്ക് ആണ്, എന്താണ് ഒരു കൊമ്പ് പോലെ അല്ലെ, ആനക്കൊമ്പ് പോലെ തോന്നുന്നുണ്ട്. ആൻഡ് ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്സ്, രണ്ട് സൈഡിലും ഇവര്, രണ്ട് എൻഡ്സിലും ഇവര് ഓപ്പൺ ആണ്. ഓക്കെ, അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. മാൻഡിൽ എഡ്ജ് ഫ്യൂസ് ടു ഫോം മാൻഡിൽ ട്യൂബ്, ഓപ്പൺ ബിഫോർ ആൻഡ് ബിഹൈൻഡ്. ഓക്കെ, അപ്പൊ ഇവരുടെ മാൻഡിൽ നമുക്ക് നോക്കാം. സോ ഇവരുടെ മാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ മാൻഡിൽ ഈ രണ്ട് സൈഡിലും ക്ലോസ്ഡ് ആണ്, അല്ലെങ്കിൽ രണ്ട് സൈഡിലും ഇവര് അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുകയാണ്, ഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. സോ ഇറ്റ് ഫോംസ് എ ട്യൂബ്, ഒരു ട്യൂബ് പോലെ ഫോം ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ മാൻഡിൽ ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ലോങ്, നാരോ ആൻഡ് പ്രൊട്രൂസിബിൾ ഫൂട്ട്. ഓക്കെ, ഇവർക്കൊരു ലോങ് ആയിട്ടുള്ള, നാരോ ആയിട്ടുള്ള, പ്രൊട്രൂസിബിൾ ആയിട്ടുള്ള ഫൂട്ടാണ് ഉള്ളത്. ഓക്കെ, ഇതാണ് ഫൂട്ടിന്റെ സ്ട്രക്ചർ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത്, സീലിയേറ്റഡ് ആൻഡ് പ്രൊട്രൂസിബിൾ ടെന്റിക്കുലർ പ്രോസസ് കോൾഡ് കാപ്റ്റിക്കുല അറൌണ്ട് ദി ഹെഡ്. ദേ സേവ് ആസ് എ ഫീഡിംഗ് ഓർഗൻ. അപ്പോ ഇവരില് നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഹെഡിന്റെ ചുറ്റുമായിട്ട്, ഓക്കെ, ഹെഡിന്റെ ഭാഗത്തായിട്ട് നമുക്ക് ഒരു സീലിയേറ്റഡ് ആയിട്ടുള്ള ഒരു ടെന്റിക്കുലർ പ്രോസസ് കാണാനായിട്ട് പറ്റും. ഇതിനെയാണ് നമ്മൾ കാപ്റ്റിക്കുല എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഭാഗം, ഇതിനെയാണ് നമ്മൾ കാപ്റ്റിക്കുല എന്ന് പറയുന്നത്. എന്താണ് കാപ്റ്റിക്കുലയുടെ ഫംഗ്ഷൻ? ഒരു ഫീഡിംഗ് ഓർഗൻ ആയിട്ടാണ് ഈ കാപ്റ്റിക്കുല ആക്ട് ചെയ്യുന്നത്. ഫീഡിംഗ് ഓർഗൻ ആയിട്ടാണ് കാപ്റ്റിക്കുല ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, മീഡിയൻ ജോ ആൻഡ് എ ടൂത്തഡ് റാഡുല ഇൻ ദി ഓറൽ കാവിറ്റി. ഒരു മീഡിയൻ ജോയും അതുപോലെ തന്നെ ടൂത്തഡ് റാഡുലയും പ്രസന്റ് ആണ്. ഹാർട്ട് എന്ന് പറയുന്നത് റുഡിമെന്ററി അല്ലെങ്കിൽ ആബ്സെന്റ് ആണ്. ഹാർട്ട് ഒന്നല്ലെങ്കിൽ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള, അധികം വികസിക്കാത്ത തരത്തിലുള്ള ഒരു ഹാർട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഹാർട്ട് ആബ്സെന്റ് ആയിരിക്കാം. അടുത്തത്, സെക്സസ് ആർ സെപ്പറേറ്റ്, ഗൊണാഡ് ഈസ് പെയർഡ് ആൻഡ് ഫെർട്ടിലൈസേഷൻ ഈസ് മോസ്റ്റ്ലി ഇൻ ദി മാൻഡിൽ കാവിറ്റി. സോ സെക്സസ് സെപ്പറേറ്റ് ആണ്, ഗൊണാഡ്സ് അൺപെയർഡ് ആണ്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് മാൻഡിൽ കാവിറ്റിക്ക് അകത്താണ്, ആൻഡ് ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ് വിത്ത് ട്രോക്കോഫോർ ലാർവേ. സോ ഈ ഒരു ക്ലാസ്സിൽ, അതായത് ക്ലാസ് സ്കാഫോപോഡയുടെ ലാർവേ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് പറയും? ട്രോക്കോഫോർ ലാർവേ. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇതാണ് അതിന്റെ എക്സാമ്പിള്. എന്താണ്? ഡെന്റേലിയം. ഡെന്റേലിയമാണ് ക്ലാസ് സ്കാഫോപോഡയുടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്ലാസ് ആണ് ക്ലാസ് ഗാസ്ട്രോപോഡ. അപ്പൊ ഗാസ്ട്രോപോഡയെ നമുക്ക് നോക്കാം. ദ ലാർജസ്റ്റ് ക്ലാസ് ഓഫ് മൊളസ്ക്. മൊളസ്കയിൽ തന്നെ ലാർജസ്റ്റ് ക്ലാസ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയും? ക്ലാസ് ഗാസ്ട്രോപോഡ. ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് സ്ലെഡ്സ്, സ്നെയിൽ, വെൽഗ്സ്, പെർവിങ്കൽസ്, സീ ഹാഴ്സസ് എക്സെട്ര. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. നമുക്ക് പഠിക്കാനുള്ളത് ഗാസ്ട്രോപോഡയില് പൈല മാത്രമാണ്. നോട്ട് ചെയ്ത് വയ്ക്കും. അപ്പം നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം. അസിമെട്രിക്കൽ ബോഡി വിത്ത് ഡിസ്റ്റിങ്ക്ട് ഹെഡ്, സ്പൈറലി കോയിൽഡ് വിസറൽ മാസ് ആൻഡ് വെൽ ഡെവലപ്ഡ് ഫുഡ്. സോ ഇവരുടെ ബോഡി എന്ന് പറയുന്നത് ഒരു അസിമെട്രിക്കൽ ആയിട്ടുള്ള ബോഡിയാണ്. അസിമെട്രിക്കൽ ആയിട്ടുള്ള ബോഡിയാണ് വിത്ത് ഡിസ്റ്റിങ്ക്ട്, ക്ലിയർ ആയിട്ടുള്ള ഒരു ഹെഡ് ഉണ്ട്. അതുപോലെ തന്നെ സ്പൈറലി കോയിൽഡ് ആയിട്ടുള്ള വിസറൽ മാസ് ഉണ്ട്. വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഫൂട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീജിയൻ ആണ് ഇവരുടെ ഫൂട്ട് എന്ന് പറയുന്നത്. ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഫൂട്ട് റീജിയൻ ഇവർക്കുണ്ട്. ഇതാണ് നമുക്ക് എക്സാമ്പിളുള്ള പൈലയുടെ ഡയഗ്രാം. Okay. And the shell is uninvolved, conical and spirally coiled. Shells എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ uninvolved ആണ്, conical ആണ്, spirally coiled ആണ്. Food is a broad creeping sole.
നമ്മൾ നേരത്തെ പറഞ്ഞു ഫൂട്ട് എന്ന് പറയുന്നത് ബ്രോഡ് ആയിട്ടുള്ളൊരു ക്രീപ്പിംഗ് സോൾ ആണ്. നെക്സ്റ്റ് ഇതാണ് ഫൂട്ട് അല്ലേ. ഓക്കെ, ഇനി അസിമെട്രിക്കൽ ഇൻ ഓർഗനൈസേഷൻ ഓഫ് ഇന്റേണൽ ഓർഗൻസ്. ഇന്റേണൽ ഓർഗനൈസേഷന് ഒരു അസിമെട്രിക്കൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് കാണിക്കുന്നത്. ദെൻ യു ഷേപ്ഡ് എലിമെന്ററി കനാൽ ആൻഡ് ആന്റീരിയർലി ഡിസ്പ്ലേസ്ഡ് ഏനസ്. സോ ഇവിടെ നമുക്ക് ഈ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് ഇതിന്റെ മൗത്ത് ഈ ഒരു റീജിയനിലാണ്, ഏനൽ ഓപ്പണിംഗ് ഈ ഒരു ഭാഗത്താണ്. സോ മൗത്ത് മുതൽ ഏനൽ ഓപ്പണിംഗ് വരെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വിഭാഗം ജീവികളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർക്കൊരു യു ഷേപ്ഡ് ആയിട്ടുള്ള എലിമെന്ററി കനാലാണ്. ആൻഡ് ഏനസ് ഏത് ഭാഗത്താണ്, ആന്റീരിയർ ആണോ പോസ്റ്റീരിയർ ആണോ? ഏനസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആന്റീരിയർ ഭാഗത്താണ് കാണാനായിട്ട് സാധിക്കുന്നത്. സോ യു ഷേപ്ഡ് എലിമെന്ററി കനാൽ ആൻഡ് ആന്റീരിയർലി ഡിസ്പ്ലേസ്ഡ് ഏനസ്. അടുത്ത പോയിന്റ്, ഒഡന്റോഫോർ വിത്ത് റാഡുല ഈസ് ക്യാരക്ടറിസ്റ്റിക്. ഓക്കെ, അപ്പം ഇവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഒഡന്റോഫോർ വിത്ത് റാഡുല. എന്താണ് റാഡുല, ഒഡന്റോഫോർ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതിന് മുന്നേ ഏത് ക്ലാസ്സിലാണ് നമ്മൾ ഒഡന്റോഫോർ വിത്ത് റാഡുല കണ്ടത്? ഇതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലാസ് ആംഫിനൂറയിലായിരുന്നു. ആൻഡ് പിന്നെ ഈ ഗാസ്ട്രോപോഡയിലാണ് ഒഡന്റോഫോർ വിത്ത് റാഡുല എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ നമ്മൾ കാണുന്നത്. ഓക്കെ, അടുത്തത്, നെർവ് സിസ്റ്റം ഈസ് കൺസിസ്റ്റ് ഓഫ് പെയർഡ് ഗാംഗ്ലിയ ആൻഡ് ദെയർ കണക്റ്റീവ്സ് ആൻഡ് കമ്മീഷേഴ്സ്. ഓക്കെ, സോ നെർവ് സിസ്റ്റം എന്ന് പറയുന്നത് വിച്ച് ഇസ് കൺസിസ്റ്റ് ഓഫ് എ പെയർഡ് ഗാംഗ്ലിയ. അടുത്തത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആണ്. ആൻഡ് അവരിലെ ലാർവയാണ് ട്രോക്കോഫോറും അതുപോലെ തന്നെ വെലിഗറും. ട്രോക്കോഫോർ ലാർവയും വെലിഗർ ലാർവയും ക്ലാസ് ഗാസ്ട്രോപോഡയിൽ കാണപ്പെടുന്ന ലാർവകളാണ്. എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? പൈലയാണ്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള സാങ്കസ്, ആപ്ലീഷ്യ, ഡോറസ്, ഡോലബെല്ല, അതിൽ പൈല മാത്രം നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, ആൻഡ് അടുത്തതാണ് ക്ലാസ് സെഫാലോപോഡ. ക്ലാസ് സെഫാലോപോഡയ്ക്ക് നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് സെപ്പിയ ആണ് കേട്ടോ. അപ്പോൾ ക്ലാസ് സെഫാലോപോഡ മോസ്റ്റ് ഹൈലി ഓർഗനൈസ്ഡ് മൊളസ്ക് ആൻഡ് ലാർജസ്റ്റ് ഇൻവെർട്ടിബ്രേറ്റ്സ്. ഓക്കെ, ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മൊളസ്ക് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഇസ് ദ ലാർജസ്റ്റ് ഇൻവെർട്ടിബ്രേറ്റ്സ്. ഇനി ഇതിലത്തെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഹൈലി ഓർഗനൈസ്ഡ് ഹെഡ് വിത്ത് ഐസ് ആൻഡ് എ ക്രൗൺ ഓഫ് ഓറൽ ആംസ്. അത് ഈ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവരുടെ ഹെഡ് റീജിയൻ നോക്കുക. ഹെഡ് റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹൈലി ഓർഗനൈസ്ഡ്. ഹെഡ് ഹൈലി ഓർഗനൈസ്ഡ് ആണ്. ആൻഡ് ഇവരിൽ എന്ത് കാണുന്നുണ്ട്? ഐസ് കാണുന്നുണ്ട് അല്ലെ. നോക്കിക്കേ, ഇതാ ഇവിടെ ഐസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൗൺ ഓഫ് ഓറൽ ആംസും കാണുന്നുണ്ട്. ഒരു ക്രൗൺ പോലെ ഓറൽ ആംസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. Next, a well-developed foot whose anterior part transformed to oral arms and posterior part to a funnel and siphon. Okay, so ഇവർക്ക് ഫൂട്ട് എന്ന് പറയുന്നത് വെൽ ഡെവലപ്ഡ് ആണ്. ആന്റീരിയർ പാർട്ട് ഓറൽ ആംസ് ആയിട്ടും പോസ്റ്റീരിയർ പാർട്ട് ഒരു ഫണൽ അല്ലെങ്കിൽ സൈഫൺ ആയിട്ടും ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. തിക്ക് മസ്കുലാർ ആൻഡ് ലെതറി മാന്റിൽ. ഓക്കെ, അപ്പൊ മാന്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇൻട്രോഡക്ടറി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. അതായത് അവരുടെ വിസ്റൽ മാസ് കവർ ചെയ്യുന്ന ഒരു ബോഡി വോളിനെയാണ് നമ്മൾ മാന്റിൽ എന്ന് പറയുന്നത്. സോ ഇവരുടെ മാന്റിൽ എന്ന് പറയുന്നത് തിക്കാണ്, അതുപോലെ മസ്കുലാർ ആണ്, അതുപോലെ ലെതറിയുമാണ്. ക്ലിയർ ആണല്ലോ. അടുത്തത്, ഷെൽ ഈസ് എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ ഓർ ആബ്സെന്റ്. ഷെല്ല് ഒന്നുകിൽ എക്സ്റ്റേണൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്റേണൽ ആയിരിക്കാം, അല്ലെങ്കിൽ ആബ്സെന്റ് ആയിരിക്കാം. ഈ ഒരു ഡയഗ്രത്തിൽ നമ്മൾ ഇന്റേണൽ ഷെല്ല് പ്രസന്റ് ആണ് എന്നുള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തത്, പ്രസൻസ് ഓഫ് കാർട്ടിലേജിനസ് എൻഡോസ്കെലിട്ടൺ ഫോർ സപ്പോർട്ടിംഗ് ദ ബോഡി അറ്റാച്ച്മെന്റ് ഓഫ് മസിൽസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് നെർവ് സെന്റേഴ്സ്. സോ ഇവരിൽ നമുക്ക് ഒരു കാർട്ടിലേജിനസ് എൻഡോസ്കെലിട്ടൺ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ബോഡി സപ്പോർട്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ മസിൽസിന്റെ അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടും അതുപോലെ നെർവ് സെന്റേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ കാർട്ടിലേജിനസ് എൻഡോസ്കെലിട്ടൺ നമുക്ക് ഇവരിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തത്, എസസറി ഹാർട്ട് ആൻഡ് ക്ലോസ്ഡ് ബ്ലഡ് വെസൽസ്. ഇവർക്ക് ഒരു എസസറി ഹാർട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്ലോസ്ഡ് ബ്ലഡ് വെസൽസും ഇവരിൽ പ്രസന്റ് ആണ്. നെക്സ്റ്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, ദാറ്റ് ഈസ് ഇങ്ക് സാക്ക് ഓർ ഇങ്ക് ഗ്ലാൻസ്. ഓക്കെ, ഇങ്ക് ഗ്ലാൻസ് ഇവിടെ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ക് സാക്ക് അല്ലെ. ഈ ഇങ്ക് സാക്കിന്റെ ഉള്ളിൽ ഇങ്ക് ഗ്ലാൻസ് ഉണ്ട്. ഇവര് മെലാനിൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു ഡാർക്ക് കളേർഡ് ഇങ്ക് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ക് ഗ്ലാൻസ് എന്ന് പറയുന്നത്, ഇങ്ക് ഗ്ലാൻസ് അല്ലെങ്കിൽ ഇങ്ക് സാക്ക് എന്ന് പറയുന്നത് ഏത് ക്ലാസിന്റെ ഫീച്ചർ ആണെന്ന് ചോദിച്ചാൽ ഏത് പറയും? അത് ക്ലാസ് സെഫാലോപോഡയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണല്ലോ. ആൻഡ് നെർവ് സിസ്റ്റം ഈസ് ഹൈലി ഓർഗനൈസ്ഡ് വിത്ത് എ സെൻട്രൽ ബ്രെയിൻ. ഇവരുടെ നെർവ് സിസ്റ്റം എന്ന് പറയുന്നത് ഹൈലി ഓർഗനൈസ്ഡ് ആണ് ആൻഡ് അവർക്കൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ പ്രസന്റ് ആണ്. സെക്സസ് ആർ സെപ്പറേറ്റ്,
Male has a copulatory organ called spadix or hectocotylus. Okay, അതായത് സെക്സസ് സെപ്പറേറ്റ് ആണ്. മെയിലിന് ഒരു കോപ്പുലേറ്ററി ഓർഗൻ ഉണ്ട്. കോപ്പുലേറ്ററി ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ റിപ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓർഗൻ. ഓക്കെ, സോ ഈ ഒരു ഓർഗനെ, മെയിൽസിന്റെ ആ ഒരു കോപ്പുലേറ്ററി ഓർഗനെ പറയുന്ന പേരാണ് സ്പാഡിക്സ് അല്ലെങ്കിൽ ഹെക്ടോകോട്ടൈലസ്. സ്പാഡിക്സ് അല്ലെങ്കിൽ ഹെക്ടോകോട്ടൈലസ്. ക്ലിയർ ആണല്ലോ. അടുത്തത് ഡെവലപ്മെന്റ് ഡയറക്റ്റ് ആണ്. ലാർവൽ സ്റ്റേജസ് ഒന്നും ഈ ഒരു ക്ലാസ്സിൽ കാണാനായിട്ട് പറ്റില്ല. എക്സാമ്പിൾ ഏതായിരുന്നു? സെപ്പിയ. ദെൻ അതിൽ കൊടുത്തിട്ടുള്ളത് ലുലിഗോ, ഒക്ടോപ്പസ്, നോട്ടൈലസ്. അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പഠിക്കാനുള്ളത് സെപ്പിയ ആണ്. നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത്രയുമാണ് ഇതിലെ ക്ലാസ്സസിനെ കുറിച്ച് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാം. ഓക്കെ, താങ്ക് യു.